ഹജ്ജ് 2025 സാങ്കേതിക പഠന ക്ലാസുകൾക്ക് ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തുടക്കമായി. സാങ്കേതിക പഠന ക്ലാസിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി വി അബ്ദുറഹ്മാൻ താനൂരിൽ നിർവഹിച്ചു. മറ്റൊന്നുമല്ല, നിങ്ങളുടെ ഭക്ഷണം, നിങ്ങളുടെ സൗകര്യങ്ങൾ, മറ്റുള്ളവരുടെ ശമ്പളം ഒക്കെ അതെന്തുകൊണ്ടാണെന്നറിയാം. സർക്കാരാണ് ആ ഇത് ചെയ്യുന്നത്, ഹജ്ജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ്. അപ്പോൾ അത്രയും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ കാര്യങ്ങൾ. നിങ്ങൾക്ക് ആവശ്യമായുള്ള ട്രെയിനിങ് തരുന്നുണ്ട്. അപ്പോൾ അവിടെയുള്ളൊരു പ്രാർത്ഥന എന്നുള്ളത് പറഞ്ഞാൽ അവിടെ ഇടനിലക്കാരില്ല. അത് നിങ്ങൾക്ക് അറിയാം. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വസതിയിൽ നിങ്ങൾ എത്തുന്നു, നേരിട്ടുള്ള സംവാദമാണ്. അത് ഒരു തർക്കവും ആർക്കും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അതിനാണല്ലോ നമ്മൾ നേരിട്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം ഒരു വിശ്വാസത്തിൻ്റെ ഭാഗം കൂടിയായിട്ട് ഹജ്ജ് കർമ്മത്തിൽ നമ്മൾ പങ്കെടുക്കുമ്പോഴുള്ള ആ പ്രാർത്ഥനയാണ്. അത് നേരിട്ടാണ്, അതിൽ ഇടനിലക്കാരെ നമ്മൾ ഉൾപ്പെടുത്താറില്ല ഒരിക്കലും. അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കിയപ്പോൾ അപ്പോൾ പലരും ഇതിൽ ഇടനിലക്കാരെ ആവശ്യമില്ല. നിങ്ങൾ അവിടെ എത്തുക, പുണ്യഭൂമിയിൽ ഇറക്കി നിങ്ങൾ എത്തിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യും. അവിടെ നിന്ന് വഴികാട്ടികളായി നമ്മൾ ആളുകളുണ്ട്. അവിടെ പറയാനുള്ളതൊക്കെ തന്നെ നിങ്ങളാണ് ദൈവത്തിൽ അർപ്പിക്കുന്നത്, നിങ്ങളാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ മക്കത്തെ കാബയുടെ മുമ്പിൽ ചെന്നാലും ഒക്കെ തന്നെ അവിടെയുള്ള പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങളാണ് ചെയ്യുന്നത്, നിങ്ങൾ സ്വന്തമായാണ് ചെയ്യുന്നത്. നിങ്ങളുടെ മനസ്സിലുള്ള പ്രാർത്ഥന നിങ്ങളാണ് നടത്തുന്നത്. ഈ വർഷത്തെ വിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് പുറപ്പെടുന്ന ഹാജിമാർ രാജ്യത്തിന്റെ ക്ഷേമത്തിനും ഐശ്വര്യത്തിനും നന്മക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണമെന്നും ഹജ്ജ് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ ഹാജിമാരോട് അഭ്യർത്ഥിച്ചു. ജില്ലാ കളക്ടറും ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസറുമായ വി ആർ വിനോദ് അധ്യക്ഷനായിരുന്നു. സംസ്ഥാന സർക്കാർ വഴി ഹജ്ജിന് പുറപ്പെടുന്ന 14,590 പേർക്കും ഇനി വെയിറ്റ് ലിസ്റ്റിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്നവർക്കും പ്രയാസരഹിതമായി ഹജ്ജ് നിർവഹിച്ച് തിരിച്ചു വരാൻ ആവശ്യമായ എല്ലാ സംവിധാനങ്ങളും സർക്കാർ തയ്യാറാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 600ഓളം ട്രെയിനർമാരും 20 ഫാക്കൽറ്റി മെമ്പർമാരും 14 ജില്ലകളിലായി 60-ൽ പരം കേന്ദ്രങ്ങളിൽ 3 ഘട്ടങ്ങളായി നടത്തുന്ന സാങ്കേതിക പരിശീലന ക്ലാസുകളിൽ ഹാജിമാർ നിർബന്ധമായും പങ്കെടുക്കണം. ഹജ്ജ് സംബന്ധമായി കേരള സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി തയ്യാറാക്കിയ കൈപ്പുസ്തകം താനൂർ മുനിസിപ്പൽ ചെയർമാൻ റഷീദ് മൂര്യയ്ക്ക് നൽകി മന്ത്രി പ്രകാശനം ചെയ്തു. ഹജ്ജ് കമ്മിറ്റി മെമ്പർമാരായ PT അക്ബർ, അഷ്കർ കോറോഡ്, ജാഫർ കണ്ണൂർ, മുൻ ഹജ്ജ് കമ്മിറ്റി മെമ്പർ മുഹമ്മദ് കാസിം കോയ, മുനിസിപ്പൽ കൗൺസിലർ PK ബഷീർ, അസിസ്റ്റന്റ് സെക്രട്ടറി N മുഹമ്മദ് അലി, സ്റ്റേറ്റ് ട്രെയിനിംഗ് ഓർഗനൈസർ ബാപ്പു ഹാജി, ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ മുഹമ്മദ് റൌഫ്, മണ്ഡലം ട്രെയിനർ ബാവ ആശംസകൾ അറിയിച്ചു. ഫാക്കൽറ്റി മെമ്പർമാരായ അമാനുള്ള മാസ്റ്റർ, NP ഷാജഹാൻ എറണാകുളം ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. നമ്മുടെ സംതൃപ്തിയേക്കാൾ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം. പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും. Dubai Golden Diamonds, Pride of Generations, India, Oman, Bahrain.